ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇപ്പം നിന്നൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്. ഇനി ഒന്ന് മഴ ഏകദേശം ഒന്ന് തുറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ആൻറ്റീൻ്റെ വീട്ടിലേക്ക് പോകണം, അതായത് നിന്നൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ നടന്നിട്ട് പോകേണ്ട ദൂരമേ ഉള്ളൂ. അപ്പോൾ ആൻറ്റിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം സർപ്രൈസായിട്ട്. ഈ താഴെ കാണുന്ന ചുരിദാറാണ്, പിന്നെ മുകളിൽ കാണുന്നത് സാരിയാണ്. അത് ആൻറ്റി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മെറ്റീരിയൽ നോക്കിയിട്ട് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആൻറ്റിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ കറണ്ടില്ല നിന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കറണ്ട് ഉണ്ടെങ്കിൽ ചാർജ് കുത്തലാന്ന് വെച്ച് ഞാൻ ചാർജറും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആദ്യം നമ്മൾ വിചാരിച്ചത് അച്ഛൻ്റെ ഒന്നിച്ചിട്ട് പോകാമെന്നായിരുന്നു. പിന്നെ വിചാരിച്ച മഴ തുറന്നുകൊണ്ട് അല്ലാണ്ട് തന്നെ പോകാമെന്ന്. അപ്പം അതിന് മുന്നേ ചിക്കൻ കറി വെക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് പെരക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പെരക്കി എന്നെല്ലാം പറയുമ്പോൾ എല്ലാവരും എന്തെങ്കിലും വിചാരിക്കണം, നമ്മളിങ്ങനെ പുരട്ടി വെക്കുമല്ലേ മസാലയെല്ലാം, അത് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ വേണ്ടുന്ന സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ചിക്കൻ ഞാനെല്ലാം മാരിനേറ്റ് ചെയ്തിട്ട് അതൊന്ന് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി വന്നിട്ട് പിന്നെ നമുക്ക് മുറിച്ചിട്ടിട്ട് വേഗം ഉണ്ടാക്കുമല്ലേ വേണ്ടു. അപ്പം ഞാൻ വിചാരിച്ച കുറച്ച് ഇത്രയും കൂടി സമയം ഉണ്ടായിരുന്നു. അപ്പോൾ മീൻസ് അമ്മക്ക് റിക്കൂട്ടനെയും നമ്മളെ ഇഷ്യൂ ഉണ്ട് വീട്ടിൽ, അപ്പോൾ ഓനൊന്ന് ഒരുക്കണം. അപ്പോൾ ആ ഒരു ഗ്യാപ്പിനിടയ്ക്ക് ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളെ കറിവേപ്പില ഇതാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഉള്ളിയെല്ലാം ഞാൻ വന്നിട്ടാണ് കറക്റ്റാണ് മുറിച്ചത്. പിന്നെ തക്കാളി മുറിച്ച് വെച്ചു. അതുപോലെ തന്നെ നമ്മളെ വെളുത്തുള്ളി ഇഞ്ചി അതെല്ലാം ഒന്ന് സെറ്റാക്കി തോലെല്ലാം പൊളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ആ പരിപാടിയാണ് ഇപ്പം ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പിന്നെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ഞാനിത് ഓരോന്നായിട്ട് ഇങ്ങനെ ആക്കി വെക്കുവാണ്. അതിൻ്റെ ഇടയിൽ കൊതുകടിക്കൊന്നും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ സ്പീഡിൽ വേഗം തന്നെ പണിയെടുക്കുകയാണ്. ഇതിപ്പം ഞാൻ സ്പീഡ് കൂട്ടിയതാണ് വീഡിയോ അല്ലേ, പിന്നെ ലാഗായി പോകും. അപ്പോൾ നമ്മളെ ടോപ്പിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോ പുതിയ കുറേ ടോപ്പിൻ്റെ കളക്ഷൻസാണ്. 425 രൂപക്കാണ് സെയിൽ ചെയ്യുന്നത്, ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. അപ്പം നല്ല റയോൺ മെറ്റീരിയൽ വരുന്ന നല്ല ടോപ്പുകൾ തന്നെയാണ്. അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യാം കേട്ടോ. നമ്പർ ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം. അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവർ എന്തായാലും മെസ്സേജ് ചെയ്യാം. മെറ്റീരിയൽ എടുത്ത സമയത്തല്ല എല്ലാവരും പറഞ്ഞത് ടോപ്പ് വേണം എന്നായിരുന്നു. ഇപ്പം നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. അപ്പം എൻ്റെ സ്റ്റോക്ക് അതുപോലെ ഇങ്ങനെ കിടക്കുകയാണ്. അത്യാവശ്യം കുറച്ച് ഓർഡറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി അതുപോലെയാണ്. അപ്പം ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുള്ളവർ ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിൽ നമ്മളെ ഓർഡർ ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ പിൻ ചെയ്ത് വെക്കാം. അപ്പം ഓർഡർ തന്നോളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മുറിച്ച് സെറ്റാക്കി വെക്കുവാണ്. അങ്ങനെ പിന്നെ ഉള്ളി ഒഴികെ ബാക്കിയെല്ലാം മുറിച്ച് വെച്ചിട്ട് പോകാമെന്ന്. ഇനിയിപ്പോൾ അന്നേരം ഞാൻ ഉള്ളി മുറിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്ന് കരയേണ്ടി വരും. അപ്പോൾ കൊടിയും വടിയും ചട്ടിയും കുട്ടിയെല്ലാം എടുത്തിട്ട് പോകുകയെന്ന് കേട്ടോ. നമ്മൾ ആൻറ്റീൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആൻറ്റീൻ്റെ മോളുണ്ട് നമ്മളെ മുത്ത്. അപ്പോൾ മുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സർപ്രൈസ് കൊടുക്കണേന്ന്. അങ്ങനെയാണ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോഴേക്കുണ്ട് റിക്കൂട്ടൻ അമ്മമ്മക്ക് ചെരുപ്പ് എടുത്തിട്ട് കൊടുക്കുന്നത് കേട്ടോ. അമ്മ പറഞ്ഞതൊന്നുമല്ല. അപ്പം അമ്മ ഇറങ്ങുന്ന സമയത്ത് തന്നെ എൻ്റെ ചെരുപ്പ് പുറകിലായിപ്പോയെന്ന് വെറുതെ പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേക്കുണ്ട് റിക്കൂട്ടൻ എടുത്തിട്ട് കൊണ്ടുത്തരുന്നത്. അതിപ്പോൾ ഓനെല്ലാവർക്കും എടുത്ത് കൊണ്ടുത്തരും. ഇനിയിപ്പോൾ ഞാനാ പോകുന്നതെങ്കിൽ എനിക്ക് എടുത്ത് കൊണ്ടുത്തരും. അങ്ങനെ എൻ്റെ അച്ഛനാ പണിക്ക് പുറത്തേക്ക് പോകുന്നെങ്കിൽ വേഗം വിളിച്ചാൽ ചെരുപ്പ് എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുത്തരും. അതെല്ലാം റിക്കൂട്ടൻ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിതാ പോകുകയാണ്. അപ്പോൾ ചളിയിലേക്ക് കൂടി ഓടുമ്പോൾ സത്യം പറഞ്ഞാൽ ടെൻഷനാണ് കേട്ടോ. വഴിക്ക് എങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ചങ്ങായി പിന്നെ അത് കേൾക്കുന്നൊന്നുമില്ല. മെല്ലനെ സ്പീഡിൽ ഇങ്ങനെ ഓടുന്നുണ്ട്. അപ്പം നമുക്കിനി ഇങ്ങനെ വലത് ഭാഗത്തേക്ക് വളഞ്ഞിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ അടുത്തിപ്പോൾ നമ്മളിവിടുന്ന് 4 മൈലിന് ഒന്നിച്ച് കണ്ടിട്ടുണ്ടായിന് കേട്ടോ. അപ്പം അച്ഛനവിടുന്ന് നമ്മൾ ഈ ടാർപ്പായില്ല അത് കിട്ടുവാണ്. അങ്ങനെ അമ്മ പിന്നെ കുടയെടുക്കാൻ എന്തിനോ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ റിക്കോർഡിന് എന്തെല്ലോ ഡയലോഗെല്ലാം അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. റിക്കു എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇവൻ്റെ വോയിസ് ഇവിടെ ഇട്ടിട്ടാകുമ്പോൾ ചിലപ്പം കമൻറ്റ് ബോക്സ് ഓഫാകും. ചില സമയത്ത് ഇവരെ എന്തെങ്കിലും ഭാഗം കാണിച്ചാൽ തന്നെ ഓഫാകും. അപ്പം അതുകൊണ്ട് ഞാൻ അവൻ്റെ സൗണ്ട് ഇടുന്നില്ല. മഴ ആകാശത്തുനിന്നാണ് വരുന്നത് എന്നാണ് കേട്ടോ റിക്കൂട്ടൻ പറയുന്നത്. അങ്ങനെ പിന്നെ ഞാൻ ആൻറ്റിക്ക് കൊടുക്കാനുള്ള കവർ കൈ പിടിച്ചു. അമ്മ റിക്കൂട്ടനും എടുത്തു. അങ്ങനെ നമ്മളിതാ ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. ഇഷു ഓൻ്റെ പോപ്പിക്കൊടി എടുത്തിട്ട് ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്.
പിന്നെ ഈ വീഡിയോയിൽ ചിലപ്പം ഷെയ്ക്ക് ചെയ്യുന്നുണ്ടാകും, കാരണം ഞാൻ കുടയും പിടിക്കുന്നുണ്ട്. അതിൻ്റെ നിരക്ക് കുടേനെ കൊണ്ടൊരു കാര്യം പറയുന്നുണ്ട്. നമ്മളെ കല്യാണത്തിൻ്റെ അന്ന് നമ്മൾ ചൂടി വന്ന കുടയാണ് കേട്ടോ ഇത്. 6 വർഷമായി ഈ കുട. അപ്പോൾ നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ തലേന്നാണ് ആൻറ്റീൻ്റെ ബർത്ത്ഡേ. ഓക്കെ, അപ്പം അങ്ങനെ എന്തെല്ലാം പറഞ്ഞിട്ട് ഞാനും അമ്മ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഇഷു അതിൻ്റെ നടുക്ക് നമ്മളെ പേഗോഡ പൂവില്ലേ അതുകൊണ്ട് എടുത്തിട്ട് കാണിച്ചായിരുന്നു. പൂജ മമ്മിയെ കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ ക്യാമറ ഇങ്ങനെ ഓണാക്കാണ്ടെന്ന് തോന്നുന്നു വീഡിയോ എടുത്തത്, അതിപ്പോൾ ഇതിൽ കാണുന്നില്ല. ഓക്കെ, അപ്പം നമ്മളിതിങ്ങനെ പോയി ആൻറ്റീൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആൻറ്റീനോട് ഞാൻ പറയാം വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടാന്ന്. ആൻറ്റി അവിടെ വെള്ളം ഇങ്ങനെ കോലയിലേക്കായിട്ട് തുടക്കാൻ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് ആൻറ്റി അതും എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ നമ്മളിത് അകത്ത് കയറി. അപ്പോൾ ഈ വീഡിയോ എല്ലാം എനിക്ക് എടുത്തത് ഇഷ്യൂ ആണ്. അമ്മേൻ്റെ ഈ വീഡിയോ എല്ലാം എടുത്തത് ഇഷ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഓൻ എന്തെല്ലോ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. കൃഷ്ണനെ എല്ലാം എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആൻറ്റീൻ്റെ ഒരു വീഡിയോ ചെറുങ്ങനെ ക്ലിയർ ഇല്ലാത്തത് എടുക്കുന്നുണ്ട് കണ്ടോ. ഇതെല്ലാം നമ്മൾ ഇഷ്യൂ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ ഇഷ്യൂ പിന്നെ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ കുടയും എടുത്തിട്ട് മുറ്റത്തോട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ദിക്കൊണ്ട് പിന്നെ ഞാൻ ഇറക്കിയിട്ടില്ല കേട്ടോ. അവനിങ്ങനെ വെള്ളം ഇതായി കഴിഞ്ഞാൽ അപ്പാട് ജലദോഷമെല്ലാം വരും. എനിക്കത് പേടിയാണ്, അതുകൊണ്ട് ഞാൻ ഇറക്കിയിട്ടില്ല. ഡിക്കാട് ഇങ്ങനെ നിന്നിട്ട് നോക്കുക. പിന്നെ അവനങ്ങനെ വാശി കാണിച്ചിട്ടൊന്നുമില്ല ഇറങ്ങണം എന്നും പറഞ്ഞിട്ട്. ജസ്റ്റ് ഇഷാൻ കളിക്കുന്നത് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിന് കേട്ടോ. അതിൻ്റെ ഇടയിൽ എന്നോട് വെറുതെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പിന്നെ ആ കുടയില്ല അതെടുത്തിട്ട് ഇറങ്ങിക്കോട്ടെ എന്നല്ല. ഞാനിട്ട് പറഞ്ഞു വേണ്ട. ഇങ്ങനെ എല്ലാം ക്ഷമിച്ചിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് ചങ്ങായി. കണ്ടില്ല. അപ്പോഴേക്ക് അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ നമ്മളെ കുട്ടു അപ്പോഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കസിനാണ്, ആൻറ്റീൻ്റെ മോൻ, എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോൻ കേട്ടോ. അപ്പോൾ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു, അങ്ങനെ വന്നതാണ്. പിന്നെ നമ്മൾ വർത്തമാനം പറഞ്ഞ് ചായയെല്ലാം കുടിച്ച് നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇഷാനെ അവിടെ ശരത്തേട്ടൻ്റെ വീട്ടിലാക്കണം. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ശരത്തേട്ടൻ്റെയും വീട്. അങ്ങനെ നമ്മളെ ഷിബുപ്പൻ്റെ കാറിൽ കുട്ടു നമ്മളെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ്. മഴ ചെറുങ്ങനെ ഒന്ന് പൊടിയുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു സന്ധ്യ ആയല്ലോ, അപ്പം കാട്ടിലോട്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പോവുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ കുട്ടു നമ്മൾ ഇഷാനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടേ. അങ്ങനെ ഇന്ന് നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള ഉള്ളിയെല്ലാം മുറിച്ചു, ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ആക്കി. ഇങ്ങനെ പിന്നെ ചിക്കൻ കറി വെക്കാനുള്ള പുറപ്പാടിലാണ് ഞാൻ. അപ്പോൾ ചിക്കൻ കറിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി ഇതങ്ങനെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് അങ്ങനെ കാണിക്കുന്നൊന്നുമില്ല കേട്ടോ. എണ്ണ ചൂടാക്കിയിട്ട് ഉള്ളിയിട്ട് പിന്നെ സ്പൈസസ് ഒന്നും ഇടുന്നില്ല. ജസ്റ്റ് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഒന്ന് ചതച്ചിട്ട്, കറണ്ട് ഇല്ലായിരുന്നു അതുകൊണ്ട് ചതച്ചിട്ട് ഇട്ട് പിന്നെ അതൊന്ന് വാടി വരുന്നതാണ്. അപ്പം പിന്നെ അതിലേക്ക് നമ്മളെ മസാലപ്പൊടി ഇട്ട് അത് ഇളക്കി. അങ്ങനെ കുറച്ച് വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു പച്ചമണെല്ലാം മാറിയ ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തക്കാളി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചു. പിന്നെ അതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതും എല്ലാം കൂടി ഒന്ന് ഇളക്കി കറിവേപ്പിലെല്ലാം ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് ഇതിങ്ങനെ വെള്ളം ചെറുങ്ങനെ വരുന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് ചുമയില്ലോണ്ട് അച്ഛൻ നല്ല
ഇതെന്താ പറയുക കാപ്പിയാണ് കാപ്പി എന്ന് പറയാം കാപ്പിയല്ല കഷായം ആക്കി തന്നിട്ടുണ്ടായി നല്ല കുരുമുളകെല്ലാം ഇട്ടപ്പം അത് അച്ഛനോടാക്കി വെച്ചിട്ടുണ്ടായിന് അങ്ങനെ പിന്നെ അതും അപ്പോഴേക്ക് തിളച്ചു അത് മാറ്റി വെച്ച് പിന്നെ ചൂടോടെ അതങ്ങോട്ടേക്ക് കുടിച്ചു അപ്പം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് റിക്കോർഡിന് സമയമേ പോകുന്നില്ല കേട്ടോ ഇങ്ങനെ കിടന്നും ഇരുന്നെല്ലാം ഇങ്ങനെ കളിക്കുവാണ് അങ്ങനെ പിന്നെ ചിക്കനെല്ലാം കൂട്ടിയിട്ട് റിക്കോർഡിന് ഇതാ ചോറ് കൊടുക്കുവാണ് കേട്ടോ ഓനങ്ങനെ ചോറ് കഴിക്കുന്നുണ്ട് ഒരു കളി കളിക്കുന്നുണ്ട് ഇപ്പം ചോറ് തിന്നാൻ ഇങ്ങനെ വണ്ടിയെല്ലാം ഓടിച്ചിട്ടും അല്ലാണ്ടെല്ലാം ഇങ്ങനെ കളിക്കുവാണ് കേട്ടോ കളിച്ചുകൊണ്ട് ചോറ് തിന്നുവാണ് കേട്ടോ അപ്പം പിന്നെ ഇത്രയും ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ രാത്രി ആയപ്പം വലിയൊരു സംഭവം ഉണ്ടായി അപ്പം അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മളെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണാനും കൂടി ശ്രമിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്